10 വർഷത്തെ ഇത്രയ്ക്ക് മാറിയൊരു ഭരണം വേറെ ഉണ്ടായിട്ടില്ല. 25 കൊല്ലം ഒരു കാര്യം ഉണ്ടായില്ല. പാവപ്പെട്ടവൻ തന്നെ അവരെ ആൾക്കാർക്ക് ജോലി കൊടുത്തു, അവരെ ആൾക്കാരെ പൊക്കി കൊണ്ടുവന്നു. കേരളം BJP ഭരിച്ചാലേ നേരെയാവുള്ളൂ, വേറെ ആരും വെച്ചാലും കൊച്ചിയിലേക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, വാഗ്ദാനങ്ങളൊക്കെ. വാഗ്ദാനം മോദി പ്രവർത്തനമേ ഉള്ളൂ, വാഗ്ദാനം ഇല്ലല്ലോ. വാഗ്ദാനം പറഞ്ഞ് വെറുതെ ഇത് മനുഷ്യനെ ഇത് ചെയ്യുന്നില്ല, മോദി പ്രവർത്തിച്ച് കാണിക്കും. അതെ, മോദി പോലെയുള്ള നേതാക്കന്മാരാണ് നമുക്ക് ആവശ്യം, ഇല്ലേ? മോദി വന്നതിന് ശേഷം ഇന്ത്യക്കുണ്ടായ പുരോഗതികൾ നിങ്ങൾക്കറിയൂടെ? നിങ്ങൾ ഏത് ചാനലാ? ഇല്ലേ? മോദി വന്നതിന് ശേഷം പുരോഗതിയും ഇതുകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടില്ലേ? അത് സത്യമായിട്ടുള്ള കാര്യമില്ലേ? ആഗോള വ്യാപകമായിട്ട് തന്നെ ഉള്ളത്. പിന്നെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും താഴെക്കടയിലുള്ള ഇത് വന്നില്ലേ? അതായത് ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്ത ഒരുപാട് ഇതിന് ഗ്യാസ് കൊടുത്തു. അതുപോലെ ഈ ശുചീകരണ ഇതുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇതുകൾ ചെയ്തില്ലേ? പിന്നെ ആഗോളതലത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ലേ? മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് രാജ്യാന്തരമായിട്ട് ഇന്ത്യയുടെ യശസ് എന്തോരം ഉയർന്നുണ്ട്. ഇനി 2 മാസത്തിനുള്ളിൽ നിയമസഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ ബിജെപിയുടെ സീറ്റിന്റെ എണ്ണം എത്രത്തോളം കൂടുമെന്നാണ് വിചാരിക്കുന്നത്? BJPക്ക് തരക്കേട്ടില്ലാത്ത രീതിയിലുള്ള ഇത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. കാരണം ജനങ്ങള് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ പൊള്ളത്തരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ 2 മുന്നണികൾ ഇവിടെ മാറി ഭരിച്ചിട്ടും കാര്യമായ രീതിയിലുള്ള ഒരു പുരോഗതിയും കേരളത്തിലുണ്ടായിട്ടില്ല. പണ്ട് കാലത്ത് രാജാക്കന്മാരുള്ളപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇവർ അവകാശപ്പെട്ട് 8 കാര്യം മുന്നിന്റെ മാതിരി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഇപ്പൊ 10 വർഷമായി ഇപ്പൊ ഒരു BJP വാർത്തകൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം 10 വർഷത്തെ ഇത്രയ്ക്ക് മാറിയൊരു ഭരണം വേറെ ഉണ്ടായിട്ടില്ല. 25 കൊല്ലം ഇത്ര മാറിയൊരു ഭരണം ഉണ്ടായിട്ടില്ല. അത് പിണറായിയുടെ ചേട്ടൻ എന്താ പറയുക? ഞാൻ ചോദിക്കട്ടെ, അതായത് ചേട്ടൻ ഒരു BJP പ്രവർത്തകനാണ്. അപ്പൊ BJP പ്രവർത്തകൻ നിലയിൽ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം എങ്ങനെയുണ്ട്? യാതൊരു കാര്യം ഉണ്ടായില്ല. പാവപ്പെട്ടവൻ തന്നെ അവരെ ആൾക്കാർക്ക് ജോലി കൊടുത്തു, അവരെ ആൾക്കാരെ പൊക്കി കൊണ്ടുവന്നു, അവരെ ആൾക്കാർ കട്ടുകൊണ്ടുപോയി. അല്ലാണ്ട് വേറെ ജനങ്ങൾക്കായിട്ടോ പാവപ്പെട്ടവർക്കായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് സെൻട്രിൽ നിന്ന് കാശ് കൊടുത്തില്ല, അവിടുന്ന് കാശ് കിട്ടിയില്ല. ഞങ്ങൾ എന്താ ചെയ്യാന്നുണ്ട്? ശമ്പളം പോലും കൊടുക്കാൻ ഒരു കാശില്ല, പെൻഷൻ പോലും കൊടുക്കാൻ കാശില്ല. എന്നിട്ട് വേണ്ടാത്ത വാഗ്ദാനങ്ങൾ ഇലക്ഷൻ സമയത്ത് ഒരു കിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം പാവപ്പെട്ടവരെ ചതിക്കുകയാണ് അവർ ചെയ്യുന്നത്. പിണറായി വിജയൻ ചതിക്കുകയാണ് ചെയ്യണത് ഇപ്പോഴും. അതെ, കഴിഞ്ഞ ഇലക്ഷനിൽ അതിന് ചെയ്തേ. പാവപ്പെട്ടവർക്ക് രണ്ട് കിറ്റ് കൊടുത്തു, ഒരു പെൻഷൻ 500 രൂപ കൂട്ടി കൊടുത്തു, എല്ലാവരും വോട്ടും മേടിച്ചു, വേറെ ഒന്നും ഉണ്ടായില്ല. ഇനി 2 മാസമുള്ള നിയമസഭ ഇലക്ഷൻ വരാൻ കേരളം ആര് ഭരിക്കും? കേരളം BJP ഭരിച്ചാലേ നേരെയാവുള്ളൂ, വേറെ ആരും വെച്ചാലും BJP ഭരിക്കാതെ കാര്യം എന്നാണെന്നറിയോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് കോൺഗ്രസ്സുകാർ ഭരിക്കത്തില്ല, പിന്നെ ഇടതുപക്ഷം തന്നെ ഭരിക്കുള്ളൂ. അവര് തന്നെ ഭരിക്കട്ടെ. അല്ല, ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ BJP എന്തായാലും കേരളം ഭരിക്കില്ല. അപ്പൊ ആര് ഭരിക്കും കേരളം? ആര് ഭരിച്ചാലും ഇതിന്റെ പണ്ടത്തെ ചങ്ങര തെങ്ങുമ്പോ തന്നെ യാതൊരു കാര്യമില്ല. ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല. ആര് ഭരിക്കുന്നു വെച്ചാൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ 1-2 പാർട്ടികൾ ഉണ്ടാവുമല്ലോ, അതില് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഒരു 2 കൂട്ടർക്കും ഏകദേശം ഈക്വൽ ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതായിട്ട് കിട്ടണ്ടേ? ഒരു പാർട്ടിക്ക് തന്നെ കേവലം ഭൂരിപക്ഷം ഉണ്ടാവില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും പാർട്ടിയായിട്ട് സഖ്യകക്ഷികളായിട്ട് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും തൂക്ക് മന്ത്രിസഭയിൽ ഉണ്ടാവാൻ സാധ്യത. ഒരു BJP പ്രവർത്തകൻ നിലയിലില്ല. UDF ഭരിക്കുകയാണെങ്കിൽ ആരായിരിക്കും ഒരു മുഖ്യമന്ത്രിയായിട്ട് വരിക? UDF ഭരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സതീശൻ ഇത് തയ്ച്ചിട്ട് ഇരിക്കുന്നുണ്ട്. സതീശൻ കുപ്പായം തയ്ച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അതിൽ കൊടുക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയാണ് ആവേണ്ടത് ശരിക്കും, എൻ്റെ അഭിപ്രായം. ഇപ്പൊ BJP പ്രവർത്തകൻ നിലയിൽ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് എത്ര വർഷം എടുക്കും ഇനി കേരളത്തിൽ BJP വരണമെന്നുണ്ടെങ്കിൽ? BJP തന്നെ ഭരിക്കാൻ ഒരു പക്ഷേ അടുത്ത മന്ത്രിസഭയിൽ BJP തന്നെ വരും. അടുത്ത മന്ത്രിസഭയിൽ അതായത് 10 വർഷം കഴിഞ്ഞാൽ 10 വർഷമല്ല, ഒരു 5 വർഷം ഇത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഏതാനും സീറ്റുകൾ കിട്ടി BJP ഇന്നാണെന്നുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയല്ലോ. അപ്പോൾ അതിലുള്ള ഭരണങ്ങൾ കാഴ്ചവെച്ചിട്ട് നോക്കുമ്പോൾ ഇതുപോലെ കുറേ സീറ്റുകൾ നേടുമ്പോൾ എന്താണെന്നുള്ളത് ജനത്തിന് മനസ്സിലാവും. അടുത്ത മന്ത്രിസഭയിൽ BJP ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക? BJP സുരേഷ് ഗോപി ആവോ? സുരേഷ് ഗോപി, കുമ്മനം രാജശേഖരൻ അങ്ങനെയുള്ള, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയുള്ള നല്ല വ്യക്തികൾ വരും. ഇവരെ പോലെയുള്ളവർ വരില്ല. താങ്ക് യു.